ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് എന്താ പുതിയ ചമ്മന്തി എല്ലാം ഉണ്ടാക്കാൻ പോകണമെന്ന്. അല്ല കേട്ടോ, ഇന്ന് ഞാൻ ഒരു എണ്ണ കാച്ചാനായിട്ട് പോവാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കാണ്. ആലുവേരയുണ്ട്, പിന്നെ ഡ്രൈഡ് ചെമ്പരത്തി ഉണ്ട്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ ഡ്രൈ ആയിട്ടുള്ള ചെമ്പരത്തിയുടെ പൂ വാങ്ങിച്ചതാണ്. പിന്നെ നെല്ലിക്കയുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ ഇതിലേക്ക് നമ്മുടെ ഉണങ്ങിയ ചെമ്പരത്തി എടുത്തിടുക. അതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഉലുവായും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടുക കേട്ടോ. പൊടിച്ചതിൻ്റെ അകത്തേക്ക് തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഇടുവാണ്. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചില്ലേ, അതിടും. പിന്നെ നമ്മുടെ നെല്ലിക്ക ഇടാം. അതുപോലെ തന്നെ കരിയാപ്പിലയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടുക കേട്ടോ. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഇനി ഞാനൊന്ന് അരച്ചോണ്ട് വരട്ടെ കേട്ടോ. കണ്ട നല്ല ഭംഗിയായിട്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇനിയേ നിങ്ങളുടെ കയ്യിൽ ഏത് വെളിച്ചെണ്ണയാണോ ഉള്ളത്, അത് നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം കേട്ടോ. അത് കൂട്ട് ഒരു 1/2 ലിറ്ററോ 3/4 ലിറ്ററോ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഇത് മഞ്ഞുമലയൊന്നുമല്ല, എൻ്റെ വെളിച്ചെണ്ണ തണുപ്പ് കാരണം ഉറഞ്ഞു പോയത്. അപ്പം ഞാനത് ചെറുതായിട്ട് മെൽറ്റാകാൻ വേണ്ടിയിട്ട് അടുപ്പ് വെച്ചേക്കുവാ കേട്ടോ. ഇപ്പം നമ്മുടെ മഞ്ഞുമലയൊക്കെ ഉരുകി ഇത് വന്നിട്ടുണ്ട്. ഞാൻ ഒത്തിരി തീയിലൊന്നും അല്ല വെച്ചത്, ഞാൻ ചെറു തീയിലാണ് വെച്ചത്. കാരണം നമുക്കിനി ഈ ഞാൻ അരച്ചുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഇതിൻ്റെ അകത്ത് മൂപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇനി അത് ഞാൻ ഇടാൻ പോട്ടോ. ഞാൻ അരച്ചുകൊണ്ട് വന്ന ആ സാധനം എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുവാണേ. ഇതൊക്കെ എൻ്റെ കണക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ച ചില ഐറ്റംസും ഉണ്ടേ. കറ്റാർവാഴ ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചതും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടുക കേട്ടോ. ചിലർ കറ്റാർവാഴയും കരിയാപ്പിലയും മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഒന്നും ഇതിൻ്റെ തലി ചെയ്ത് അതെല്ലാം ഒന്നും എണ്ണയാക്കി ഉപയോഗിക്കാനും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് ചെറു തീയിൽ വെച്ച് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണം. അത് ഇച്ചിരി നേരത്തെ പണിയാണ് കേട്ടോ. ചെറുതീയിലേ ചെയ്യാവുള്ളൂ കേട്ടോ. ഒന്നും ആയിട്ടില്ല, ഞാൻ സ്റ്റിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അത് നന്നായിട്ട് ഡ്രൈ ആകണം, എന്നിട്ടേ നമുക്കിത് വാങ്ങാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. വാങ്ങാറായിട്ടുണ്ട്, എണ്ണ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കേട്ടോ. ഇനി അതിൻ്റെ ചൂടൊന്ന് ആരട്ടെ, അപ്പം നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇത് ഇതിൻ്റെ അകത്തോട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഇതന്നെ എൻ്റെ ബുദ്ധിമതിയായിട്ടുള്ള എൻ്റെ അസിസ്റ്റൻ്റ് അതിൻ്റെ അകത്തുനിന്നുള്ളതും കൂടെ ഞെക്കി ഒഴിക്കുവാണ് എണ്ണ. കണ്ട, നമ്മൾ അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കക്കനാണ് അതെ. ഇനി അത് നമുക്ക് കളയാം. ഇനി ഞാനേ ഉണ്ടാക്കിയ എണ്ണ നിങ്ങൾക്ക് നല്ലതാണോ ഇല്ലയോ എന്ന് അറിയണ്ടേ, അതെയോ ഫേക്കാണോ എന്നൊക്കെ. അതിനുള്ള ഒരൊറ്റ എവിഡൻസ് ദേ ഈ കാണുന്നതാണ് കേട്ടോ. ഈ കക്ഷി ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ഈ എണ്ണയാണ് തൂക്കുന്നത്. ഇപ്പോൾ ഒരു ഡാൻഡ്രഫും ഇല്ല, മുടി കൊഴിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല തിക്ക് ഹെയറുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇച്ചിരി കയ്യിലകത്ത് വെച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയ എണ്ണയാണ് കേട്ടോ. അത് ഞാൻ മോളുടെ തലയിൽ വെച്ച് കൊടുക്കാൻ പോണേ. വീഡിയോ ഇഷ്ടപ്പെട്ടോ?
like and subscribe and we'll make more videos. See you until then. Bye.